ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിൽ ഒരു 4 ദിവസമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷ നടന്നിട്ടില്ല. ഇന്ന് തന്നിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ 11 ലെസൺസ് റിവിഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഒരു സയൻസിൻ്റെ ഒരു ചാപ്റ്റർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ ഒരു ലെസൺ, ഇത്രയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഡെയിലി രാത്രി എക്സാമൊക്കെ ആയിട്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ പോകണം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ജൈതാപൂർ ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം ഏത്? അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ. 2, റാവത്ത് ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. 3, കോർബ താപ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്. 4, രാജീവ് ഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ താപവൈദ്യുത നിലയം? കായംകുളം, ബ്രഹ്മപുരം, നല്ലളം, ചീമേനി. 5, തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ്? ഗോദാവരി, ഭഗീരഥി, സത്ലജ്, മഹാനദി. 6, ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ഏത്? കൊയ്ന, ശരാവതി, സിദ്രപാങ്, നാഗാർജുന സാഗർ. 7, കസ്തൂരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം? 2011, 2012, 2013, 2014. 8, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. 9, മനുഷ്യശരീരത്തിൽ കാൽമുട്ടിൽ കാണപ്പെടുന്ന സന്ധി ഏത്? വിജാഗിരി സന്ധി, കീലസന്ധി, ഗോളര സന്ധി, ഇവയൊന്നുമല്ല. 10, പാതാളഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഗോദാവരി, കാവേരി, നർമ്മദ, കൃഷ്ണ. 11, കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള ജില്ല ഏത്? വയനാട്, ഇടുക്കി, കോട്ടയം, തൃശൂർ. 12, ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള തലസ്ഥാന നഗരം? ഡൽഹി, ടോക്കിയോ, ധാക്ക, ബെയ്ജിംഗ്. 13, ഇബ് ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, താപ്തി. 14, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദീനബന്ധു പത്രത്തിന്റെ സ്ഥാപകനാര്? VR കൃഷ്ണ എഴുത്തച്ഛൻ, VR കൃഷ്ണയ്യർ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 15, മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? 1929, 1914, 1865, 1896. 16, രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, കൗടില്യൻ. 17, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത്? സഹോദര സംഘം, ജാതിനാശിനി സഭ, ആനന്ദ മഹാസഭ, സമത്വ സമാജം. 18, 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാര ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മനി, അയർലൻഡ്, സ്പെയിൻ, ഇറ്റലി. 19, if he hadn't fallen sick, he dashed the exam. Would has written, would have been written, would have written, would write. 20, choose the synonym of ludicrous. Absurd, absolve, adjure, none of the above. 21, what is the female sheep called? Ram, lamb, ewe, calf. 22, select the idiom which means unable to reach a decision. Miss the boat, once in blue moon, sit on the fence, the last straw. 23, he will do the work, change into passive voice, the work will done by him, the work will be do by him, the work will be did by him, the work will be done by him. 24, ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം? 3:2. നീളം 2 സെന്റിമീറ്റർ കൂട്ടി ചതുരം വലുതാക്കിയപ്പോൾ ഈ അംശബന്ധം 5:3. ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര? 12, 18, 18, 12, 15, 13, 9, 6. 25, 3 കാറുകളുടെ വേഗതയുടെ അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം ഏത്? 20:15:12, 6:8:10, 12:20:15, 30:20:12. ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കുക. ജൈതാപൂർ ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം? ഓപ്ഷൻ ബി ഫ്രാൻസ്.
2 റാവത്ത് ഭട്ട ആണവ നിലയം, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. 3 കോർവ താപവൈദ്യുത നിലയം, ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്. 4 രാജീവ് ഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന താപവൈദ്യുത നിലയം, ഓപ്ഷൻ എ കായംകുളം. 5 തെഹരി അണക്കെട്ട്, ഓപ്ഷൻ ബി ഭഗീരഥി. 6 ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം, ഓപ്ഷൻ സി സിദ്രപാങ്. 7 കസ്തൂരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം, ഓപ്ഷൻ സി 2013. 8 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകാത്ത സംസ്ഥാനം, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. 9 മനുഷ്യ ശരീരത്തിൽ കാൽമുട്ടിൽ കാണപ്പെടുന്ന സന്ധി ഏത്, ഓപ്ഷൻ എ വിജാഗിരി സന്ധി. 10 പാതാളഗംഗ എന്നറിയപ്പെടുന്നത്, ഓപ്ഷൻ ഡി കൃഷ്ണ. 11 കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള ജില്ല, ഓപ്ഷൻ ബി ഇടുക്കി. 12 ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള തലസ്ഥാന നഗരം, ഓപ്ഷൻ സി ധാക്ക. 13 ഇബ് ഏത് നദിയുടെ പോഷക നദിയാണ്, ഓപ്ഷൻ എ മഹാനദി. 14 താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദീനബന്ധു പത്രത്തിന്റെ സ്ഥാപകനാര്, ഓപ്ഷൻ എ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. 15 വക്കം അബ്ദുൽ ഖാദർ മൗലവി. 15 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം, ഓപ്ഷൻ എ 1929. 16 രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ. 17 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത്, ഓപ്ഷൻ ഡി സമത്വ സമാജം. 18 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു, ഓപ്ഷൻ ബി അയർലൻഡ്. ഐറിഷ് അമേരിക്കൻ എന്നുള്ളതാണ് യഥാർത്ഥ ആൻസർ. പക്ഷേ നമുക്ക് ടെക്സ്റ്റിൽ കറക്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു അയർലൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അയർലൻഡിൽ ജനിച്ച് പിന്നീട് അമേരിക്കയിലേക്ക് പോയതാണ് കേട്ടോ. 19 ഇഫ് ഹി ഹാഡൻ ഫാളൻ സിക്ക് ഹി ഡാഷ് ദി എക്സാം, ഓപ്ഷൻ സി വുഡ് ഹാവ് റിട്ടൺ. 20 ചൂസ് ദ സിനോണിം ഓഫ് ലുഡിക്രസ്, ഓപ്ഷൻ എ അബ്സ്യൂഡ്. 21 വാട്ട് ഇസ് ദ ഫീമെയിൽ ഷീപ്പ് കോൾഡ്, ഓപ്ഷൻ സി യു. 22 സെലക്ട് ദ ഇഡിയം വിച്ച് മീൻസ് അൺഎബിൾ ടു റീച്ച് എ ഡെസിഷൻ, ഓപ്ഷൻ സി സിറ്റ് ഓൺ ദി ഫെൻസ്. 23 ഹി വിൽ ഡു ദി വർക്ക്, ഓപ്ഷൻ ഡി ദ വർക്ക് വിൽ ബി ഡൺ ബൈ ഹിം. 24 ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം, ഓപ്ഷൻ ബി 18:12. 25 3 കാറുകളുടെ വേഗതയുടെ അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിൻ്റെ അംശബന്ധം ഏത്, ഓപ്ഷൻ എ 20:15:12. അപ്പോൾ ഈ ഒരു 29 വരെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീ ലൈവ് ക്ലാസ്, 29-ാം തീയതി വരെ ഫ്രീ ലൈവ് ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു റൂട്ടിൽ തന്നെ കറക്റ്റ് ഓടും. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ, പഠിക്കാൻ സ്വയം സമയം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എന്തായാലും നമ്മൾ രാത്രി എന്ത് നടത്തും, എക്സാം നടത്തും. അപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ഏരിയ നിങ്ങൾ എന്ത് ചെയ്തോണം, സമയം എടുത്ത് കവർ ചെയ്തോണം. മറ്റത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അവിടെ നിങ്ങൾക്ക് എന്തായാലും അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ കണക്റ്റഡ് ഫാക്ട്സ് ആണെങ്കിലും റിവിഷൻ ആണെങ്കിലും ഒക്കെ നമ്മളവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പറയും. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, രാത്രി എക്സാം നടത്തും. അപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു 4 ദിവസം എന്ന് പറയുന്നത് നമുക്കൊന്നും നോക്കാൻ പറ്റാതെ, അതായത് KS-ൻ്റെ പരീക്ഷ 2 ദിവസം പോയി, അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തീയതി അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഇനി കറക്റ്റ് റൂട്ടായിട്ട് നമുക്ക് പോവാം. പുറകോട്ട് നിൽക്കരുത് ഒരിക്കലും. എന്തെന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ പുറകോട്ട് നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ട്, വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്തെന്നെ ആയാലും PSCയിലുള്ള നമ്മുടെ വിശ്വാസം പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പഠിച്ച് മാർക്ക് നേടി ആ ഒരു റാങ്കിലെത്താൻ നമ്മുടെ OMRൽ മാർക്കുണ്ടോ, നമ്മളവിടെ എത്തുകയും ചെയ്യും, ആ ജോലി നമ്മൾ അടിക്കുകയും ചെയ്യും. അതിൽ മാത്രം വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളുക. അപ്പം നാളെ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ 11 വരെയല്ലേ നിങ്ങൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ നിർത്തിയത്,
12, 13, 14, 15 ഈ 4 ലെസൺ നാളത്തേക്ക് നോക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സയൻസിലെ ഒരു ലെസൺ, ഒരു മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇത്രയും മതി. റിവിഷനിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ നമുക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. മറ്റേത് റിവിഷനും കൂടി നിങ്ങൾ വരുമ്പോഴത്തേക്ക് റിവിഷൻ നിങ്ങൾക്ക് ആൾറെഡി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കൂടെയും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഓർത്തിരിക്കുക. ഇപ്പോൾ 12, 13, 14, 15 4 ലെസൺ, ഒരു സയൻസിൻ്റെ ലെസൺ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പ്രോബ്ലം. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.